മൈ ചാനൽ. ഇന്ന് ചെറിയൊരു വർക്കുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് ഒരു അരമണിക്കൂർ നേരത്തെ പരിപാടി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് നോക്കാം. സാധാരണ മേക്കപ്പ് പരിപാടികളൊക്കെ കുറച്ച് നീങ്ങി പോകാറുണ്ടല്ലോ ടൈം. അപ്പോൾ പോയാലേ അറിയത്തുള്ളൂ എത്ര ടൈം എടുക്കും എന്നുള്ളത്. ഞാനെന്തായാലും രാവിലെ ചപ്പാത്തിയും ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ അടുത്തായിട്ടാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ ഒരുവിധമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾസിന് കഴിക്കാൻ കൊടുക്കുകയാണ്. അവർ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ പകുതി പണി കഴിഞ്ഞു കേട്ടോ. അവരെ കഴിപ്പിക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കും കൂടി റെഡിയാക്കുകയാണ്. ഉച്ചയ്ക്ക് നമ്മുടെ ഉള്ളി ഉപ്പേരി ഉണ്ടല്ലോ, ഉള്ളി ഉപ്പേരിയാണ് ഞാൻ വെച്ചത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് ശേഷം ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഒരു മോഡലിൽ നിന്ന് വേറൊരു മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു റീലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു റീൽ ഞാൻ ഉടനെ തന്നെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. ഉടനെ തന്നെ യൂട്യൂബിലും ഇടും കേട്ടോ. ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനിത് ചപ്പാത്തിയുടെ കൂടെ തന്നെ കഴിക്കുന്നുണ്ട്. ഞാൻ 2 ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പരിപാടിയിലാണ് ഇപ്പം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ നോർമൽ വെയിറ്റ് എന്ന് പറഞ്ഞത് ഒരു 58-60 എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് 65-66 ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനിയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൽ കൂടുതലാകും. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ശ്രദ്ധിക്കുകയാണ്. പിന്നെ എന്താണ്, അപ്പോൾ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ അരമണിക്കൂർ പരിപാടി എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കൂടെ നമ്മൾ തിരിച്ചെത്തിയില്ല. 11:30 പോയിട്ട് നമ്മൾ വൈകിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്. ആ കഥ നമുക്ക് വഴിയേ പറയാം. ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ കാര്യം നോക്കാം. ഇന്ന് ഇവിടുത്തെ നമ്മുടെ തോട്ടുമുക്ക് സ്കൂളിൽ നിന്ന് LKG കുട്ടികളുടെ ഒരു ഒപ്പനയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. കൂടെ പിള്ളേർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ ആദ്യമായിട്ട് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെറിയ രീതിയിലൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒപ്പന പിള്ളേർക്ക്. അപ്പോൾ കുട്ടികളൊന്നും എത്തിയിട്ടില്ല. കുട്ടികൾ വന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതാരൊക്കെയാ ഇത് ഇങ്ങോട്ട് നോക്കിയാ? ഇതാരാ? എവിടേക്ക് പോകണം? നമ്മൾ കൊടുക്ക പോണേ? നമ്മളൊക്കെ പോണേ? സൂസൊക്കെ ഊരിയാ. ഇന്ന് പള്ളി പെരുന്നാൾ ദിവസമാണ് കേട്ടോ നമ്മുടെ തോട്ടുമുക്കത്തെ. അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് അതിന് പോകാൻ. ഞങ്ങളിപ്പോൾ റെയിനുവിൻ്റെ സ്കൂളിലാട്ടോ. നല്ല പൊരി വെയിലാണ്. പുറത്ത് ഇവിടെ പിള്ളേരുടെ ഡാൻസിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. നമ്മൾ ഒരു വണ്ടിക്കകത്ത് തന്നെ കുത്തി നിറച്ച് വാഗൻ ട്രാജഡി പോലെ പോവാണ് ഒരു പോക്ക് അങ്ങോട്ട്. നമുക്കൊട്ടും ലേറ്റ് ആവാൻ പാടില്ല, സമയം കളയാനില്ല. അപ്പം ഞങ്ങൾ വേഗം പോന്നു. പിന്നെ ഇവിടുത്തതിന് ശേഷം പിള്ളേരൊന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു. എൻ്റെ ഹെൽപ്പിന് അവരൊക്കെ രക്ഷിതാക്കളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് ചെയ്യാനും ഓർണമെൻറ്റ്സ് ഇടാനൊക്കെ. അപ്പോൾ അവരുടെ തന്നെ പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. കാരണം നമ്മൾ പ്രൊഫഷണൽ പ്രൊഡക്റ്റ് ഈ ഒപ്പന പരിപാടികൾക്കൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അവർ തന്നെ വാങ്ങിച്ചിട്ടുള്ള സാധാരണ ഫാൻസി കടയിലുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും റൈസിട്ടിൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞ് അവർ വന്നിട്ട് പിന്നെ നമ്മുടെ പിള്ളേരുടെ പരിപാടിയാണ്. പിള്ളേർ കിട്ടുമായിട്ട് കളിച്ചു.
സെക്കൻഡ് പ്രൈസും കിട്ടിയിട്ട് അതാണ് വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവർ ഇത്രയും എഫേർട്ട് എടുത്തു, അവർ പഠിപ്പിക്കാനും കളിപ്പിക്കാനും ഒക്കെ ഇത്രയും എഫേർട്ട് എടുത്ത് അതിനൊരു സെക്കൻഡ് പ്രൈസ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കൂടിയിട്ടാണ് തിരിച്ചു വന്നത്. എനിക്ക് കുറച്ച് നേരത്തെ പോരേണ്ടി വന്നു കേട്ടോ. അവർ കുറച്ച് വൈകിട്ടാണ്. സ്വാമിങ് അല്ല, ഒരു വില്ലയുടെ ഓപ്പണിംഗ് ആണ്, അതിൻ്റെ ഡേ ആണ്. നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി പോകണം. പിന്നെ ഒരിടത്തും കൂടെ പോകാനുണ്ട്. കുറേ നാൾക്ക് ശേഷം ഞാൻ കണ്ണ് എഴുതിയിട്ടോ, കുറേ നാൾക്ക് ശേഷം. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. 1-2 കാര്യങ്ങൾ കൂടി വേറെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പോവാണ്. അപ്പം അതോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു. പള്ളിപ്പെരുന്നാൾ വിഷ്വൽസ് കൂടെ ഇടണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ ചാർജ് തീർന്നു. പിന്നെ ഷൂട്ട് ചെയ്ത മറ്റേ ഫോണിലാണ്, അത് വലിയൊരു ക്ലിയർ ക്ലാരിറ്റി ഒന്നും ഇല്ല. പരിപാടിയോടുകൂടി നമ്മൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.